ഗൈസ്, ഇന്നത്തെ സ്പെഷ്യൽ ചെമ്മീൻ ബിരിയാണിയാണേ. അപ്പോൾ ബിരിയാണി ലവേഴ്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോ. ഞാനും ഒരു ബിരിയാണി ലവറാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. ആദ്യം തന്നെ ഒരു പാനിലോട്ട് വെളിച്ചെണ്ണ എടുക്കണേ. വെളിച്ചെണ്ണ തന്നെ വേണേ, ചെമ്മീൻ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനാണ്. അപ്പോൾ ചെമ്മീൻ നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് എല്ലാം വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ചെമ്മീൻ ഒരു അരമണിക്കൂർ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു ഹാഫ് ലെമണും ചേർത്ത് നന്നായിട്ട് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതായിരുന്നേ. രണ്ട് സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാട് ഫ്രൈ ആയിട്ട് പോവരുതേ. ഇതേ എണ്ണയിലോട്ട് നമുക്ക് മീഡിയം സൈസിലുള്ള ഒരു 4 സവോള നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവോള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ സവോള നന്നായിട്ട് ഒരു സോഫ്റ്റ് ആവുമ്പോഴേക്കും നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് പേസ്റ്റായിട്ട് എടുത്തത് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എൻ്റെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ചേർത്ത് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് നന്നായിട്ട് മാറുന്ന വരെ മിക്സ് ചെയ്ത് കൊടുക്കണേ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് നമുക്കതിലേക്ക് അതിൻ്റെ പച്ചമണം മാറുമ്പോഴേക്കും നമുക്കതിലേക്ക് ഒരു 2 തക്കാളി, അതും ഒരു മീഡിയം സൈസിലുള്ള 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് നമുക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് ഇതുപോലെ അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഒരുപാട് വെന്തുടയൊന്നും വേണ്ട, അത്യാവശ്യം ഒന്ന് വെന്താൽ മതി. ഇതുപോലെ ഒന്ന് വെന്ത് കഴിഞ്ഞിട്ട് നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്താൽ മതിയേ. അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ബിരിയാണി മസാല. ഇത്രയും നമ്മൾ ചേർക്കുന്നുള്ളൂ. ഇതിലേക്ക് വേറെ ഒരുപാട് മസാലകളൊന്നും ചേർക്കുന്നില്ല, പൊടികളായിട്ട് ഇത്രേ ചേർക്കുന്നുള്ളൂ. ഇനി ആ പൊടികളെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി നന്നായിട്ട് മൂത്ത് ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു ബ്രൗൺ കളർ ആവുമ്പം നമ്മളതിലേക്ക് ഒരു കപ്പ് മല്ലിയിലയും പുതിനയിലയും, മല്ലിയില എത്ര എടുക്കുന്നോ അതിൻ്റെ നേരെ പകുതി പുതിനയില എടുത്താൽ മതി. ഇതൊന്ന് നമ്മൾ അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈര് ചേർത്ത് തൈരിൻ്റെ ആ ഒരു പച്ചപ്പൊക്കെ പോകുന്ന വരെ ഒരു 5 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നന്നായിട്ട് അതും മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഒരു 1/2 കപ്പ് തിളച്ച വെള്ളം കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാവേ. ഇതെല്ലാം ചേർത്ത് കഴിഞ്ഞ് ഒന്ന് തിള വരുമ്പോഴേക്കും നമ്മളതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെമ്മീനൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അടച്ച് വെച്ച് ഒരു 10-15 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം. നമ്മൾ ആദ്യം ഫ്രൈ ചെയ്തതുകൊണ്ട് ഒരുപാടിട്ട് വേവിക്കണ്ട, ഒരു 10-15 മിനിറ്റ് അത്രയും മതി കേട്ടോ. അപ്പോൾ നമ്മളുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ജീരകശാല റൈസ് വെച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ കടായിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെമ്മീൻ ആയതുകൊണ്ടാണ് കേട്ടോ വെളിച്ചെണ്ണ എടുക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം തന്നെ കുറച്ച് സവോള വറുത്തെടുക്കണേ. നമുക്ക് ലാസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വറുത്തെടുക്കണം. നമ്മൾ സവോള ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവോള ഞാൻ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. സവോള വറുത്തെടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ വറുത്തെടുക്കുന്നുണ്ട്. കറിവേപ്പില ചെമ്മീൻ ബിരിയാണിക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ. ലാസ്റ്റ് ദമ്മടിക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. അതുകൊണ്ട് ഞാൻ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് കുറച്ച് മുന്തിരിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ ക്യാഷ്യൂ ഇല്ലായിരുന്നു, അപ്പോൾ ക്യാഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾ അതും കൂടി ചേർക്കണേ. അപ്പം ഇതെല്ലാം കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 പട്ട, 3-4 ഗ്രാമ്പു, 3-4 ഏലക്ക, ഒരു സ്റ്റാർ ഇത്രയും ചേർത്ത് അതിലേക്ക് ഒരു സവോള നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കണേ. ഞാൻ ഇവിടെ ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത്. ഒരു 3 കപ്പ് ജീരകശാല റൈസ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി ഒരു 10 മിനിറ്റ് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. അതുകൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്ത് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് റോസ്റ്റ് ചെയ്ത് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്താൽ മതി. എന്നാലാണ് നമുക്കത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തോന്നാൻ വേണ്ടിയിട്ടാണേ. അപ്പോൾ അത്യാവശ്യം റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി വേറൊരു പാത്രത്തിലേക്ക്
1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള അളവിൽ ഞാൻ ഇവിടെ വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അതിലേക്ക് കുറച്ച് ക്യാരറ്റ് അരിഞ്ഞുകൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി ഈ വെള്ളം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള റൈസിലേക്ക് ഇത് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഈ റൈസ് ഒന്ന് വേവിച്ചെടുക്കണം. ഇടയ്ക്ക് തുറന്നൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. അതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണേ. അത് കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നമ്മൾ റൈസ് റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ഉള്ളത്, ദമ്മിടാം. ദമ്മിടാനായിട്ട് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെയാണ് കേട്ടോ. കറി, അതിൻ്റെ മുകളിൽ റൈസ്, അത് കഴിഞ്ഞ് ഗാർണിഷ് ചെയ്ത് അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. നമുക്ക് അപ്പോൾ ആദ്യം അടിയിൽ കറിയാണേ. അപ്പോൾ അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കറിവേപ്പിലയും നമ്മൾ സവോള ഫ്രൈ ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ. അതിന് മുകളിൽ ഞാൻ കുറച്ച് റൈസും കൂടി ഇട്ട് ഒന്ന് നിരത്തി കൊടുക്കുന്നുണ്ടേ. ഈ റൈസിൻ്റെ ചൂട് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ദമ്മിടണം കേട്ടോ. കഴിഞ്ഞ് പിന്നെ ഈ റൈസൊക്കെ ഇട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വേണമെങ്കിൽ ഈ സവോള ആഡ് ചെയ്ത് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം കേട്ടോ, എങ്ങനെ ഗാർണിഷ് ചെയ്യണം എന്നുള്ളത്. അപ്പം ഞാനിപ്പം ഏറ്റവും മുകളിൽ ലാസ്റ്റ് ബാക്കി ഉണ്ടായിരുന്ന ഫ്രൈ ചെയ്ത ഐറ്റംസ് എല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/4 കപ്പ് പാലിലേക്ക് ഒരു ശകലം മഞ്ഞൾപ്പൊടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് അതുകൂടി ഒന്ന് ചുറ്റിലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ റോസ് വാട്ടർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാല് ചേർക്കുന്നത് ആ ഒരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. റോസ് വാട്ടർ ഒരു സ്മെല്ലിന് വേണ്ടിയിട്ടാണ്. ഇനി നല്ലതുപോലെ അടച്ച് വെച്ചിട്ട് അതിൻ്റെ പുറത്തൊരു വെയിറ്റും കൂടെ വെച്ച് നന്നായിട്ട് ഒരു 20 മിനിറ്റ് ദമ്മിട്ട് നമ്മൾ എടുക്കുന്നുണ്ട്. അടച്ച് വെക്കുമ്പോൾ അതിൻ്റെ മുകളിൽ, അടപ്പിൻ്റെ മുകളിലായിട്ട് എന്തെങ്കിലും ഒരു വെയിറ്റ് എടുത്ത് വെക്കണം കേട്ടോ. ആ ആവിയൊന്നും പുറത്തോട്ട് പോവാതിരിക്കാനായിട്ട്. എന്നാലാണ് ആ സ്മെല്ലൊക്കെ റൈസിലോട്ട് പിടിച്ച് നല്ല അടിപൊളി ടേസ്റ്റ് കിട്ടുള്ളൂ. ഞാനിവിടെ ദമ്മിട്ട് കഴിഞ്ഞ് തുറന്നിട്ടുണ്ട്. സൂപ്പർ സ്മെല്ലും നല്ല ടേസ്റ്റുമാണ്. നിങ്ങളെല്ലാവരും